ഇസ്രയേലിലെ സയോണിസ്റ്റുകളും ഇവിടുത്തെ RSSും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെന്നും നമ്മൾ ഇവിടെ പല കാര്യങ്ങൾ കണ്ടു. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഗാസയിൽ അഴിച്ചുവിട്ട കൂട്ടക്കൊല, അപ്പോൾ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ ഘട്ടത്തിൽ പോലും ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ആ സയോണിസ്റ്റ് RSS ആ ബന്ധത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നാണ്. അതിൻ്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്ന നിലയാണ്. ഇപ്പോൾ ലോകത്താകെ വലിയ തോതിൽ ആക്രമണത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ലോകത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം ഇന്ത്യ ഇസ്രയേലിനോടൊപ്പമാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്രയെല്ലാം കൂട്ടക്കുരുതികൾ നടന്നിട്ട് അരയക്ഷരം അതിനെതിരെ സംസാരിച്ചു.